ഹലോ എവരിവൺ. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള 4ാമത്തെ T20 മാച്ച് കഴിഞ്ഞ ദിവസം ധർമ്മശാലയിൽ ഫോഗിൻ്റെ കൂടുതലായ കാരണം ഉപേക്ഷിക്കുകയുണ്ടായി. ഒരു ബോൾ പോലും അറിയാതെ കളി ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസന് ഒരവസരം കിട്ടുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സാഹചര്യങ്ങളും കാലാവസ്ഥ പ്രതികൂലമായതുമൊക്കെ കാരണം ഒരു ബോൾ പോലും അറിയാതെ കളി ഉപേക്ഷിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും 5ാമത്തെ T20 അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ ചൂടേറിയ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ പുറത്തു വരുന്ന വാർത്തകളിൽ ഒന്നാണ് ശുഭ്മാൻ ഗില്ലിന് കാലിന് പരിക്കേറ്റു എന്നുള്ള സ്ഥിരീകരിക്കാത്ത ചില വാർത്തകളും ഇപ്പോൾ പല മീഡിയാസിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് ആർക്കും തന്നെ വ്യക്തതയില്ല. അതിനെ പല രീതിയിലും അതിനെ കാണേണ്ടിയിരിക്കുന്നു. ഇനി ഒരു മത്സരം മാത്രമേ ഈ സീരീസിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയധികം വിമർശനങ്ങളും ആക്ഷേപങ്ങളും ശുഭ്മാൻ ഗില്ലിനെതിരെ സഞ്ജു സാംസനെ പുറത്തിരുത്തിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മീഡിയാസിൽ വരുന്നതുകൊണ്ട് തന്നെ BCCIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്ലാനിങ് ആണോ ഇതൊന്നും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഒരു മത്സരം മാത്രമേ അദ്ദേഹത്തിന് ഈ സീരീസിൽ അവശേഷിക്കുന്നുള്ളൂ. ഒരുപക്ഷെ അതിൽ കൂടിയും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആരാധകരുടെ രോക്ഷവും ഒക്കെ അദ്ദേഹത്തിന് പത്രമായി വായിക്കാം. അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന ന്യൂസിലൻഡിനെതിരെയുള്ള സീരീസിലും പ്രതികൂലമായിട്ട് ബാധിക്കാം. അതുപോലെ തന്നെ തുടർന്ന് വരുന്ന വേൾഡ് കപ്പിലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്ലേ ആണോ എന്ന് നമ്മളിതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം ഒരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. അതും ഇന്ത്യ 2-1 എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇന്ത്യക്ക് പ്രഷർ ഇന്ത്യയുടെ ഭാഗത്ത് കുറവാണ്. ജയിക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് നല്ലതാണ്. അതേസമയം ഇന്ത്യക്ക് 2-1 ആയതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് സൗത്ത് ആഫ്രിക്കനെ അപേക്ഷിച്ച് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റിസ്ക് BCCIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരവസരം സഞ്ജു സാംസന് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രഷർ കൂടിയ സിറ്റുവേഷനിലായിരിക്കും അദ്ദേഹം ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് ആ പ്രഷർ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റും, സ്കോറിംഗ് കണ്ടെത്താൻ പറ്റും, സെഞ്ചുറിയിൽ കുറഞ്ഞ ഒന്നും തന്നെ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഒരു പ്രഷർ സിറ്റുവേഷനാണ് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ. എന്തായാലും സഞ്ജു എത്രത്തോളം കളിക്കും തിളങ്ങുമെന്ന് നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടിയിരിക്കുന്നു. അവസരം കിട്ടുകയാണെങ്കിൽ അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷയിലാണ്. 5ാമത്തെ T20യിൽ സഞ്ജുവിന് അവസരം കിട്ടുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.